ജൂലൈ 15-ന് നിയോജക മണ്ഡലങ്ങളിൽ പട്ടയമേള നടക്കാനിരിക്കെ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് സ്ഥലം മാറ്റം. തൃശൂരിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് ചൊവ്വാഴ്ച ഇറക്കിയത്. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒട്ടേറെ ഫയലുകൾക്ക് ജീവൻ വെപ്പിച്ച് സാധാരണക്കാരനൊപ്പം നിന്ന ജനകീയനായ തഹസിൽദാരെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം തലപ്പള്ളി താലൂക്കിന് നഷ്ടമാകുന്നത്. വിവിധ വിഷയങ്ങളിൽപ്പെട്ട് കുരുങ്ങിക്കിടന്നിരുന്ന ഒട്ടനവധി പട്ടയ വിഷയങ്ങളുടെ കുരുക്കഴിച്ച് സാധാരണക്കാരന് അത്താണിയാകുവാൻ അഹോരാത്രം പ്രവർത്തിച്ച ചുരുക്കം ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു രാജേഷ് എം.ആർ. വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക മണ്ഡലങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട് ഉൾപ്പെടെ തലപ്പള്ളി താലൂക്ക് പരിധിയിലെ എല്ലാ ഉത്സവ വെടിക്കെട്ട് നടത്തിപ്പുകളിലും മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി ചേലക്കര നിയോജക മണ്ഡലം പട്ടയമേള ജൂലൈ 15-ന് നടക്കാനിരിക്കെയാണ് സ്ഥലംമാറ്റ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. തലപ്പള്ളി താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട ചേലക്കര നിയോജക മണ്ഡലത്തിൽ 377 പട്ടയങ്ങളും വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 633 പട്ടയങ്ങളുമാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനവട്ട ഒരുക്കത്തിനിടെയാണ് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. തൃശൂരിലേക്കാണ് തഹസിൽദാറായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. തൃശൂരിലെ തഹസിൽദാർ സീന പി.പിയെ തലപ്പള്ളി തഹസിൽദാറായും മാറ്റിയിട്ടുണ്ട്. നടപടിക്രമങ്ങളുടെ ഭാഗമായും ഭരണപരമായ സൗകര്യവും വകുപ്പിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെയും നിലവിലുള്ള ഒഴിവുകളും പരിഗണിച്ചാണ് സ്ഥലം മാറ്റം എന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ 15 ഉദ്യോഗസ്ഥരെയാണ് റവന്യൂ വകുപ്പിൽ കൂട്ടസ്ഥലം മാറ്റത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി.